നന്ദൻ ഉണ്ട് അവിടെ, നന്ദകുമാർ. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത്, രാഷ്ട്രീയ തലസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ തുടർ വാർത്തകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും അതിന്റെ തുടർ നീക്കങ്ങളുമാണ്. ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു, അതായത് ഈ സ്വപ്ന സുരേഷിന്റെ വാദങ്ങൾ പൂർണ്ണമായും CPM നേതൃത്വം തള്ളി, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനും അപ്പുറം എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള തുടർ നീക്കങ്ങളിലേക്ക് CPM പോകുന്നില്ല? കാരണം ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലടക്കം ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടായിട്ടില്ല. നേതൃത്വതല വിശദീകരണം ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതുവരെ ഈ വിഷയത്തെ CPM നേരിടുന്നത്? ഇനി എന്തായിരിക്കും അതിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? നന്ദൻ. സജിത്ത്, എന്തായാലും സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പാടെ തള്ളിക്കളയുമ്പോഴും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഇതുവരെയും CPM തയ്യാറായിട്ടില്ല. ഇതിനു മുന്നേയും CPM നേതാക്കൾക്കെതിരെ സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ പോലും ഒരു നിയമ നടപടിക്ക് വേണ്ടി അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലും പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് സ്വപ്ന സുരേഷ് മാർച്ച് 9 വൈകിട്ട് 5 മണിക്ക് ഇത്തരത്തിൽ MV ഗോവിന്ദൻ മാസ്റ്ററിനെതിരെയും അതോടൊപ്പം തന്നെ പുതിയ ഒരു പേര് കൂടി, വിജേഷ് പിള്ള എന്നടക്കമുള്ള ഒരു പേര് കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ആരോപണം സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ പുറത്തു പറയുന്നത്. പക്ഷേ അപ്പോഴാണ് ആദ്യമായി CPM നേതാക്കളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നിയമ നടപടി സ്വീകരിക്കും എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പ്രസ്താവനയിൽ കൂടി ആ ഒരു നിയമ നടപടി എന്നൊരു വാക്ക് പോലും ഉച്ചരിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും അതിൽ നിയമ നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് കൂടി അതിനൊരു തുടർ നടപടി സ്വീകരിക്കാൻ പോലും CPM നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് തന്നെയാണ് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നത്. കാരണം സ്വപ്ന സുരേഷ് പറയുന്നതിൽ കള്ളമുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട കേസ് കൊടുത്ത് മുന്നോട്ട് വയ്ക്കൂടാ എന്നീ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾ അടക്കം ചോദിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു നടപടി പോലും ഇതുവരെയും, ഒരു പ്രാരംഭ നടപടി പോലും അല്ലെങ്കിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ആലോചിക്കുക കൂടി ചെയ്തില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ ഒരു സ്വപ്ന സുരേഷ്, എനിക്ക് തോന്നുന്നു ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം ഒരുപക്ഷെ ഇന്ന് കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുമ്പോൾ സ്വാഭാവികമായും CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതിൽ വിശദീകരണം നൽകും എന്നാണ്. നമുക്ക് സുവിയുടെ ഒറ്റ കാര്യം കൂടി. സുവി, ഒരു കാര്യം, അതായത് ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷോട് അടുത്ത കേന്ദ്രങ്ങളുടെ പുതിയ നീക്കം എന്താണ്? കാരണം ഇന്നലെ ഈ ഇദ്ദേഹത്തിന്റെ വിശദീകരണം വന്നതിന് ശേഷം, വിജേഷ് പിള്ളയുടെ വിശദീകരണം വന്നതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സ്വപ്ന നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇനി എന്ത് നീക്കമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സുവി, വളരെ വേഗത്തിൽ. സ്വപ്ന സുരേഷിന്റെ വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്നത്, ഇന്നലെ അവർ പ്രതികരണവുമായി ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സ്വപ്ന സുരേഷ് രംഗത്ത് വരുന്നത്. ഡിഫമേഷൻ കൊടുക്കട്ടെ, അത് വിജേഷ് പിള്ളയായാലും MV ഗോവിന്ദൻ പിള്ളയായാലും ആരായാലും ഡിഫമേഷൻ, മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ഈ പറഞ്ഞതെല്ലാം നുണയാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കട്ടെ. അത് മാത്രമല്ല, MV ഗോവിന്ദൻ ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണം. താൻ ഇത്രയും നാളായി മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു, അവരോടുകൂടെ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഒപ്പം നിയമപരമായി തങ്ങൾ ഇതിനെ നേരിടാൻ പോവുകയാണ് എന്ന ഉറച്ചൊരു മറുപടിയും സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ കോടതിക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരും പറയുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തെളിവുകൾ പുറത്തുവിടുകയല്ല, അതിനു പകരം ഇത് കോടതിക്ക് മുമ്പിൽ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതിനുള്ള തെളിവുകൾ എന്ന രീതിയിൽ തന്നെ ഇത് കോടതിയിൽ എത്തിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്.